സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചൂടുള്ള വാർത്ത വേണ്ടിയിട്ട്, ചൂടുള്ള വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചൂടുള്ള ഒരു വാർത്തയാണ്. മാഷാ അല്ലാഹ്, 2 മാസം ഗർഭിണി റസൂൽ പൂക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് സെൽഫി പങ്കുവെച്ച് നമ്മുടെ സജ്ജന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, നമ്മുടെ ബിഗ് ബോസ് താരം. അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ് ഖാൻ്റെ ഭാര്യ. ഇപ്പോൾ ഒരു 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു ചാനലിൽ വന്നൊരു പോസ്റ്റാണ്. അതുപോലെ തന്നെ വേറൊരു ചാനലിലും ഞാനിത് കണ്ടു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് 9 വീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോയാണ്. എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇവരുടെ കല്യാണം കഴിഞ്ഞത്? ഈ റസൂൽ പൂക്കുട്ടിയുമായിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോഴിത് ഫിറോസ് ഖാനുള്ള അടുത്ത ബോംബാണോ? അതും എനിക്കൊരു സംശയമാണ്. അതായത് ഫിറോസ് ഖാൻ്റെ നെറ്റ് ലൂസാക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ ആ ഒരു എന്താ പറയേണ്ടത് മെൻ്റൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണോ ഇത് എന്നുള്ളൊരു സംശയവുമുണ്ട്. ആദ്യത്തെ സംശയം തന്നെ കല്യാണം കഴിച്ചോ എന്നുള്ളത് തന്നെയാണ്. ഈ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കല്യാണം കഴിച്ചു എന്ന് പറയാം, എവിടെ വെച്ചാണ് കഴിച്ചത് എന്ന് പറയാം. അതുപോലെ തന്നെ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഓരോ ലൈക്കം കടിച്ചോ. കാരണം എന്താ വെച്ചാൽ 500 ആൾക്കാർ കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 ലൈക്ക് അങ്ങനെ വരട്ടെ. ഇവരൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ഒരു വലിയ സംഭവമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഈ സ്ത്രീ ഇങ്ങനെ ഇതൊക്കെ വിടുമ്പോഴേ ഇയാൾക്കൊരു ഭാര്യ ഉണ്ടാവില്ലേ? ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നയാൾക്ക് ഭാര്യ മക്കള് ഇതൊക്കെ ഉണ്ടാവില്ലേ? ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഭാര്യയും മക്കളെയും ഒഴിവാക്കിയിട്ടുണ്ടാവുക. ഇനി ഒഴിവാക്കിയോ ഡിവോഴ്സ് ചെയ്തോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ അവർക്കൊരു ഭാര്യയും മക്കളും ഉണ്ടാകും. ആ ഭാര്യയും മക്കളും ഇത് കാണുമ്പോഴേ അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഓൾറെഡി സജ്ജന 2 കല്യാണം കഴിച്ച് അതിലൊരു മകളുണ്ട്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകനും ഉണ്ട്. അവരെ നോക്കിയിട്ട് നിന്നാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കയറുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴും ഫിറോസ് ഖാൻ പറയുന്നത് കറക്റ്റായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അയാൾ കണ്ടതും അയാൾ അനുഭവിച്ചതും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ഇവരുടെ ജീവിതം തകർത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തന്നെയായിരിക്കാം. ഇവരുടെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാകാം ഇവരുടെ ജീവിതം ഇതുപോലെ കൊഞ്ഞാട്ടയായത്. നല്ല വീടും കാര്യങ്ങളൊക്കെ എടുത്ത് താമസിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവരുടെ ജീവിതം ഇങ്ങനെ ആയത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ്റെ കൂടെ ജീവിക്കൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. അയാൾ എന്താ പറയുക എന്താ ചെയ്യാന്നൊന്നും മാർഗം പറയാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ സജ്ജന പല കാര്യങ്ങളും വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പച്ച നുണയാണെന്ന്. പിന്നീട് ഓരോ ആൾക്കാർ വന്ന് പറഞ്ഞപ്പോഴും നമുക്ക് തെളിവ് കിട്ടി. അതായത് സജ്ജന പറയുന്നത് പോലൊന്നും അല്ല അവിടെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള പാർട്ടികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ പലതും ചെയ്യാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് സജിന എന്ന് പറഞ്ഞത്. ഏതായാലും ഇവരുടെ ബന്ധം തകരാൻ ഇതൊന്നും അല്ല കാരണം. അതിൻ്റെ അകത്ത് കൃത്യമായിട്ടും മൂന്നാമതൊരാളുടെ ഒരു ഇടപെടലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴിനിയിപ്പോൾ 2 മാസം ഗർഭിണി എന്നാണോ അല്ലെങ്കിൽ 3 മാസം 9 മാസം ആണോ ഇതൊന്നും അറിയില്ല. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സജ്ജനയുടെ ഭാഗത്ത് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, കല്യാണം കഴിക്കാതെ അവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം, ആ 2 മക്കളുടെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്. അതായത് ഉമ്മ ഇതുപോലെ ഓരോരോ ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോഴേ ആ മൂത്ത മകളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നീട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ 2ാമത്തെ മകൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അവർ വളരെ നല്ല രീതിയിൽ കുടുംബമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ടും അതുപോലെ ഇവരുടെ കുടുംബത്തെ പറ്റിയിട്ടൊക്കെ മൊത്തത്തിൽ പ്രശ്നം വരികയും അങ്ങനെ ഇവരുടെ ആ ഒരു കേസ് എന്താ വെച്ചാൽ കുടുംബം നേരെ തകർന്നു പോവുകയും ചെയ്തത്. നമുക്കെല്ലാവർക്കും ഒരു അതിശയം തന്നെയായിരുന്നു. കാരണം ഇവർ അത്ര ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ഫിറോസ് ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാധനമായതുകൊണ്ട് തന്നെ അത് മെരിക്കാൻ സജിനക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കേട്ടപ്പോൾ നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ ഫിറോസ് തന്നെ പലപ്പോഴും പറഞ്ഞു, പലപ്പോഴും ഞാൻ ഇത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവൾ ഇന്ന് തിരിച്ചു വരും, നാളെ തിരിച്ചു വരും എന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരുന്നു. പക്ഷേ ഇന്ന് ആ എണ്ണ തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ ഒഴിക്കാറില്ല എന്ന് തന്നെയാണ് ഫിറോസ് പറയുന്നത്. അതായത് ഇവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തം വന്ന് കൊളാക്കിയെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്ര വലിയ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാലും എത്ര വലിയ ഫ്രണ്ടായി കഴിഞ്ഞാലും ചില ആൾക്കാർ ആ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. ചില ആൾക്കാരൊക്കെ പറയും, അയ്യോ മറ്റേ ആ ജിമ്മർ ഉണ്ടല്ലോ, മറ്റേ ഇവനുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം തെച്ചും മറ്റേ പെണ്ണുങ്ങളെ ഇതാക്കി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ആ ജിമ്മർ ബിഗ് ബോസ്, നമ്മുടെ ഇവള് പറയുന്നില്ലേ, നമ്മളെ ബിഗ് ബോസ് താരങ്ങൾ പറയുന്ന അനുമോള് പറയുന്ന എൻ്റെ ഏട്ടായി, ആ ഏട്ടായിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി കുടുംബത്തിൽ നമ്മൾ അടുപ്പിക്കരുത്. അവനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ
വീട്ടിലൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവനൊന്നും കുടുംബത്തിൻ്റെ വിലയോ അല്ലെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ വിലയോ ഒന്നും അറിയില്ല. അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും താക്കാനുണ്ടെങ്കിൽ അവിടെ താക്കുക, അതുമാത്രമാണ് അവൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അവനെ പോലെയുള്ള ആൾക്കാരെയും പിന്നെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ മൂന്നാമതൊരാളെ കയറ്റുമ്പോഴേ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബം തകർന്നു കഴിഞ്ഞാലേ പിന്നീട് നമ്മൾ അറിയുകയുള്ളൂ. അതായത് ഇവർ തമ്മിലുള്ള രഹസ്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഏതായാലും ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജ്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകാരി തന്നെയാണ്. 2 മക്കളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതുപോലുള്ള പ്രഹസനങ്ങൾ, എന്തിനാണ് ഇതുപോലെയുള്ള പോസ്റ്ററുകൾ ഇടുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശമായ കാര്യം തന്നെയാണ്. ഒരു സ്ത്രീ അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ജോലിയുണ്ട്, ഇന്ന് അവർക്ക് എന്ന് പറഞ്ഞാൽ അഭിനയം അറിയാം, സീരിയലുണ്ട്, അതുപോലെ പലതരത്തിലുള്ള ആ ഒരു എന്ന് വെച്ചാൽ പലതരത്തിലുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ചിലപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള ഒരു കുടുംബനാഥൻ, അല്ലെങ്കിൽ അയാളും ഒരു മക്കളുടെ അച്ഛനാണ്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് എന്തിനോ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് പോലെ അയാളെ ബലമായി കെട്ടിച്ചതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയോ ഇവരുടെ കല്യാണം ഇവിടെ വെച്ചാണ് നടന്നത്? റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഇവരുടെ ബന്ധം, കല്യാണം ഇത് എവിടെയെങ്കിലും വെച്ച് നടന്നിട്ടുണ്ടോ? അല്ലാതെ ഈ പറയുന്ന അതായത് ചില പോസ്റ്ററുകളും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അതെന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇനി റസൂൽ പൂക്കുട്ടി തിരിച്ചു വന്നതിൻ്റെ എന്തെങ്കിലും ആണോ? അയാൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ സ്ഥാനമൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ആ രാജിവെച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോഴുള്ള പോസ്റ്റർ ഇട്ടതാണോ? ഇനി അതൊക്കെ തെറ്റിദ്ധരിച്ച് എല്ലാവരും കൂടി അത് ഗർഭമാക്കിയതാണോ എന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഫിറോസ് ഖാൻ ഇപ്പോഴിനി ഉറക്കില്ലാത്ത രാത്രി തന്നെയാണ്. കാരണം അയാളെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജ്ന തന്നെയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് തന്നെ. പക്ഷേ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ സജ്നക്ക് ദുഃഖിക്കേണ്ടി വരും. കാരണം മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവരുടെ ഒരു ചോദ്യങ്ങൾക്ക് പോലും ഇവർക്ക് മറുപടി പറയാൻ കഴിയില്ല. ഇനി എന്തിൻ്റെ പേരിലായാലും ഇവിടെ പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഇപ്പോഴും അങ്ങനെയാണ്. സ്വന്തം ചോരയെയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ഇതിനിടക്ക് കണ്ടില്ലായിരുന്നു, മിനിഞ്ഞാന്ന് കണ്ട സംഭവം കണ്ടില്ലേ? സ്വന്തം മകനെ പോലും വേണ്ട, സ്വന്തം മകളെ വേണ്ട, ഒരാളെയും വേണ്ട. അതായത് അവരുടെയൊക്കെ നിയമം എന്ന് പറഞ്ഞ കല്യാണം കഴിക്കണം എന്നാണ്. അതിന് കുറേ ഫെമിനീസ്റ്റുകൾ ഉണ്ടാവും. അവരിങ്ങനെ ഊതി കൊടുക്കുമായിരുന്നു, നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, നിനക്ക് ഇത്ര വയസ്സിലേ ആയുള്ളൂ, നീ ഏതായാലും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് ഒരുപാടെണ്ണം ഊതി കൊടുക്കാനും ഉണ്ടാകും. അങ്ങനെയാണ് ഓരോ കുടുംബവും നശിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സജ്ന എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. ഇനി നേരാണെങ്കിലും നുണയാണെങ്കിലും അത് ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം അങ്ങനെയൊന്നും ഒരു സ്ത്രീ പോലും ആവരുത്. മറ്റൊരുത്തൻ്റെ ഭാര്യയെ തട്ടിയെടുത്തിട്ട് വലിയ കേമത്തം കാണിക്കരുത്. നന്ദി, നമസ്കാരം.